ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകം നിയമസഭയിൽ ഉയർത്തി പ്രതിപക്ഷം. ചർച്ചയ്ക്കിടെ നാടകീയ സംഭവങ്ങൾക്കാണ് സഭ സാക്ഷ്യം വഹിച്ചത്. രമേശ് ചെന്നിത്തല വിഷയം അവതരിപ്പിക്കുന്നതിനിടെ ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, അങ്ങ് 9 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഈ 9 വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. 9 വർഷം എന്ന് പറയുന്ന കേരള ചരിത്രത്തിൽ ഒരു ചെറിയ കാലയളവല്ല സാർ. പുതിയൊരു എക്സൈസ് നയം വരുന്നു എന്ന് പറയുന്നു. IT പാർക്കുകളിൽ മദ്യം വിളമ്പാം, ഡ്രൈ ഡേ വേണ്ട, ടൂറിസ്റ്റ് സെന്ററുകളിൽ യഥേഷ്ടം മദ്യം നൽകാം, കള്ള് ഷോപ്പുകളുടെ ദൂരപരിധി 400-ൽ നിന്ന് 250 കുറയ്ക്കാം. സാർ, ഇത് ആർക്ക് വേണ്ടിയാണ് സാർ? ലഹരിയെ തടയുമെന്ന് പറയുന്ന നമ്മൾ ഇത് അനുവദിച്ചു കൊടുത്താൽ ഈ തലമുറ നമ്മളോട്, വരും തലമുറകൾ നമ്മളോട് ചോദിക്കില്ലേ സാർ? കേരളം ലഹരി മാഫിയയുടെ കീഴിൽ അമർന്നു കഴിയുമ്പോഴാണ് ഇവിടെ ഇനിയും ഡിസ്റ്ററിയും ബ്രൂവറിയും വൈനറിയും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ കൂടുതൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആർക്ക് വേണ്ടി സാർ? ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നമ്മുടെ കൂട്ടായ പരിശ്രമം, ആ പരിശ്രമത്തെ തകർക്കുന്നതല്ലേ സാർ പുതിയ ബ്രൂവറിയും ഡിസ്റ്ററിയും വൈനറിയും ബോട്ടിലിംഗ് പ്ലാന്റുകളെല്ലാം കേരളത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത്? ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ. ഇപ്പൊ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത്? ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്? ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണോ ശരിയായ രീതി? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ, നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എഴുന്നേറ്റു. സർക്കാർ എഴുതിത്തരുന്നത് വായിക്കാനല്ല ഇരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മുഖ്യമന്ത്രി അടക്കമുള്ള അധികാരത്തിലിരിക്കുകയാണ്. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? അങ്ങേ കുറ്റപ്പെടുത്തും. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത്, അല്ലാതെ മോശം പേരൊന്നും അല്ല വിളിച്ചത്. തർക്കം മുറുകിയതോടെ വിഷയത്തിൽ സ്പീക്കർ ഇടപെട്ടു. മുഖ്യമന്ത്രിയുടെ ചീട്ട് തങ്ങൾക്ക് വേണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയെ പിന്തുണച്ച് മന്ത്രിമാരായ പി രാജീവും എം പി രാജേഷും രംഗത്തെത്തി. പ്രതിപക്ഷത്തിന് സങ്കുചിത രാഷ്ട്രീയമെന്നാണ് കുറ്റപ്പെടുത്തൽ. നിയമസഭയിൽ ചർച്ച തുടരുകയാണ്. സഭയിൽ നിന്ന് ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഒരു സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ഈ വിഷയം ഏതാണ്ട് 2 മണിക്കൂർ ചർച്ചയ്ക്ക് സഭയിൽ എടുത്തത്. പക്ഷേ ആ സന്ദേശം നൽകുന്ന സമീപനമായിരുന്നില്ല തുടക്കത്തിൽ ഉണ്ടായത്. ഒരു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വിളിയിൽ ആ ലക്ഷ്യമാകെ തകിടം മറിഞ്ഞോ ഷഫീദ്? വിജയകുമാർ, ഉറപ്പായിട്ടും. കാരണം ആരോഗ്യകരമായ ഒരു ചർച്ച നിയമസഭയിൽ ഈ അടിയന്തര പ്രമേയ ചർച്ച നടക്കുമ്പോൾ ഉണ്ടാകും എന്നുള്ളതായിരുന്നു നമ്മളാകെ പ്രതീക്ഷിച്ചത്. കാരണം കേരളത്തെ സംബന്ധിച്ച വലിയ രീതിയിൽ ഗൗരവമുള്ളൊരു വിഷയമാണ് സഭയിലേക്ക് ഇന്ന് എത്തിയത്. പക്ഷേ ആദ്യത്തെ 1 മണിക്കൂർ പിന്നിടുമ്പോൾ അതിൽ ഏതാണ്ട് അരമണിക്കൂറോളം സമയം രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ആ തർക്കം പോയി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. രമേശ് ചെന്നിത്തലയായിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആ നോട്ടീസിലാണ് ചർച്ച അനുവദിച്ചതും. ആ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തല ആദ്യം തന്നെ പറഞ്ഞത് കേരളം
ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലാണ്. കൊളംബിയായി കേരളം മാറി. ഏതെങ്കിലും തരത്തിൽ രാസലഹരി തടയാനുള്ള കാര്യക്ഷമമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്ന് തുടങ്ങിയ അദ്ദേഹത്തിന്റെ പ്രസംഗം ഏതാണ്ട് പകുതി ഭാഗം കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ ആക്ഷേപങ്ങളിലേക്ക് വഴിതെളിച്ചു. കേരളത്തിലെ ക്യാമ്പസുകൾ റാഗിംഗ് നടത്തുന്ന SFI പ്രവർത്തകർ, അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം നടത്തിയത് DP കേസിലെ പ്രതികൾക്ക് വേണ്ടി അങ്ങേയറ്റം നിലകൊള്ളുന്ന സർക്കാർ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള കാര്യം, ഇതൊക്കെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നുള്ളത് വിളിച്ചായിരുന്നു. എന്നാൽ ആ വിളി കുറച്ചധികം കൂടിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ വിഷയത്തിലേക്ക് ഇടപെട്ടു. എന്തിനാണ് എപ്പോഴും ഇങ്ങനെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉയർത്തുന്നത്? ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരുമിച്ച് താൻ മറുപടി പറയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതോടുകൂടി സഭയിൽ ആകെ ഒരു ബഹളത്തിന്റെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വിഷയത്തിൽ ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞത് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന അങ്ങയോട് ചോദ്യങ്ങൾ ഇനിയും ചോദിക്കും, അതിൽ അസഹിഷ്ണുത വേണ്ട എന്നുള്ളത് തന്നെയാണ്. പിന്നാലെയാണ് ഇക്കാര്യത്തിൽ സ്പീക്കറും നിയമമന്ത്രിയും ഒക്കെ പാർലമെന്ററി കാര്യമന്ത്രിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടത്. പ്രതിപക്ഷത്തിന് ചില സങ്കുചിത രാഷ്ട്രീയ താല്പര്യം എന്നുള്ളതായിരുന്നു മന്ത്രിമാരുടെ കുറ്റപ്പെടുത്തൽ. ഏതായാലും അതിനുശേഷം ഇപ്പോൾ പല നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പല നിയമസഭാംഗങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപ് ഡോക്ടർ MK മുനീർ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് താമരശ്ശേരിയിലെ സ്കൂളിൽ താനൊരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊണ്ടുപോകാനിരുന്ന സ്കൂളിലെ കുട്ടികളിൽ 5 പേർ കൊലപാതക കേസുകളിലെ പ്രതിയാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ ഭരണപക്ഷം കാര്യക്ഷമമായി ഇടപെട്ട് മുന്നിട്ടിറങ്ങിയാൽ പ്രതിപക്ഷവും മുന്നിട്ടുണ്ടാകും. അതേസമയം വിമുക്തി പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എക്സൈസിന് മതിയായ സൗകര്യങ്ങളുണ്ടോ, അതല്ലെങ്കിൽ വിമുക്തി പദ്ധതിയുടെ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ വിചിന്തനം നടത്തണം എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ കൂടി പ്രതിപക്ഷം. ശരി ഷഫീദ്, 2 മണിക്കൂർ ചർച്ചയാണ്, 12 മുതൽ 2 മണി വരെ. അവസാനം മന്ത്രിമാർ മറുപടി പറയും, പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അതിൽ ഇനി പ്രതികരിക്കുമോ, വിശദീകരണം നൽകുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ, നാടകീയ രംഗങ്ങളൊക്കെയാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടത്. സമര പരമ്പരകൾക്കിടെ കോഴിക്കോട് താമരശ്ശേരി മുഹമ്മദ് ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിൽ പ്രത്യേകം ക്രമീകരിച്ച കേന്ദ്രത്തിലായിരുന്നു പരീക്ഷ. പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകിയതിനെതിരെ പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു. പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് രാവിലെ മുതൽ യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായെത്തി. 6:30 പ്രതിഷേധവുമായി എത്തിയ KSU പ്രവർത്തകരെ പോലീസ് ആദ്യം തടഞ്ഞു. പിന്നാലെ യൂത്ത് കോൺഗ്രസ് MSF പ്രവർത്തകർ പലതവണ പ്രതിഷേധവുമായി എത്തി. പോലീസും പ്രവർത്തകരും തമ്മിൽ നിരവധി തവണ സംഘർഷമുണ്ടായി. 2 തവണ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ജുവനൈൽ ഹോമിന്റെ മതിൽ ചാടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതികളായ വിദ്യാർത്ഥികളുടെ ഇന്നത്തെ പരീക്ഷ പൂർത്തിയാക്കി 11:15 വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങി. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ നടത്താനായിരുന്നു തീരുമാനമെങ്കിലും പ്രതിഷേധം കണക്കിലെടുത്താണ് ജുവനൈൽ ഹോമിൽ തന്നെ പരീക്ഷ എഴുതിച്ചത്. 24 കോഴിക്കോട്. ജീവിച്ചിരുന്നെങ്കിൽ എളേറ്റ് MJ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഹമ്മദ് ഷഹബാസും ഇന്ന് പരീക്ഷ എഴുതുമായിരുന്നു. പ്രതീക്ഷകൾ തകർന്ന് വിങ്ങിപ്പൊട്ടുകയാണ് മുഹമ്മദ് ഷഹബാസിന്റെ കുടുംബം. മുഹമ്മദ് ഷഹബാസിന്റെ സുഹൃത്തുക്കളും നിറകണ്ണുകളോടെയാണ് പരീക്ഷ എഴുതാനെത്തിയത്. താമരശ്ശേരി എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 49-ാം നമ്പർ പരീക്ഷാ ഹാൾ. ഏറ്റവും പുറകിലെ ഡെസ്കിൽ 628307 എന്ന രജിസ്റ്റർ നമ്പർ കാണാം. മുഹമ്മദ് ഷഹബാസ് ആയിരുന്നു അവിടെ ഇരുന്ന് പരീക്ഷ എഴുതേണ്ടത്. മോഡൽ എക്സാമിന് ഇരുന്ന അതേയിടത്ത് പരീക്ഷ എഴുതാൻ ഇന്ന് മുഹമ്മദ് ഷഹബാസ് ഇല്ല. എൻ്റെ കുട്ടി ആറടി മണ്ണ് കിടക്കുന്നു, ഇവരിവിടുന്ന് ആർക്കാ സഹിക്കാൻ? ഇതിന് എത്രത്തോളം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് വിനീതമായി എനിക്ക് അപേക്ഷിക്കാനുള്ളത്. പഠനത്തിനു ശേഷം മികച്ച ജോലി സമ്പാദിക്കുക എന്ന ഷഹബാസിന്റെ പ്രതീക്ഷ കൂടിയാണ് ദിവസങ്ങൾക്ക് മുൻപ് പൊലിഞ്ഞത്. മുഹമ്മദ് ഷഹബാസിന്റെ അധ്യാപകരും സഹപാഠികളും ഏറെ ദുഃഖത്തോടെയാണ് സ്കൂളിലെത്തിയത്. DDE മനോജ് കുമാർ, AEO വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം മുഹമ്മദ് ഷഹബാസിന്റെ മാതാപിതാക്കളെ സന്ദർശിച്ചു.
1033 കുട്ടികൾ പരീക്ഷ എഴുതേണ്ട ഈ സ്കൂളിൽ ഇന്ന് പരീക്ഷയ്ക്കെത്തിയത് 1032 വിദ്യാർത്ഥികളാണ്. ഇനി ഒരിക്കലും പരീക്ഷ എഴുതാൻ എത്തില്ല എന്നറിയാമെങ്കിലും ഷഹബാസിനായി അവൻ്റെ ഇരിപ്പിടം കാത്തിരിപ്പുണ്ട്. താമരശ്ശേരിയിൽ നിന്ന് മുനീഫ് തിരൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കില്ല എന്നുമാണ് കുടുംബത്തിന്റെ പ്രതികരണം. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് CBI അന്വേഷണാവശ്യം തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ അപാകതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. CPIM നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യ പ്രതിയായ കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നായിരുന്നു മഞ്ജുഷയുടെ ഹർജിയിലെ ആക്ഷേപം. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയമുണ്ടെന്നും കുടുംബം നിലപാടെടുക്കുകയുണ്ടായി. അതേസമയം കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കില്ലെന്ന് മഞ്ജുഷയും കോടതി വിധി ഞെട്ടിച്ചതായും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവും പ്രതികരിച്ചു. CBI അന്വേഷണം വന്നെങ്കിലേ ഞങ്ങൾക്ക് നീതി കിട്ടൂ. കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുമ്പോട്ട് പോയത്. ഇനിയും മുമ്പോട്ട് തന്നെ പോകാൻ തന്നെയാണ്. വളരെ നിരാശാജനകമായി പോയി, വളരെ ഷോക്കിംഗ് ആയിപ്പോയി ഈ ഒരു വിധി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇതിനിടെ കെ നവീൻ ബാബുവിന്റെ സഹോദരനെതിരെ സോഷ്യൽ മീഡിയ വഴി അപവാദ പ്രചരണം നടത്തുന്നുവെന്ന് നവീൻ ബാബുവിന്റെ മകൾ ആരോപിച്ചു. കോടതി വിധിക്ക് പിന്നാലെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നവസാനിക്കുന്ന കവിത സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് PP ദിവ്യയും രംഗത്തെത്തി. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. കേസന്വേഷണം ന്യായവും നിഷ്പക്ഷവുമായ രീതിയിൽ നടക്കില്ലെന്ന സംശയത്തിന് അടിസ്ഥാനമില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത്. ഇരയ്ക്ക് സംശയം തോന്നുന്നതിനാൽ മാത്രം അന്വേഷണം കൈമാറാൻ കഴിയില്ല എന്ന് കോടതി സൂചിപ്പിക്കുന്നു. അതുപോലെ അപ്പീൽ ഹർജി നിലനിൽക്കില്ല എന്നാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത്. ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ ഉത്തരവിൽ ഏതൊക്കെ കാരണങ്ങൾ, ഏതൊക്കെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ CBIക്ക് ഈ കേസ് കൈമാറേണ്ടതില്ല എന്ന നിഗമനത്തിലേക്ക് ഹൈക്കോടതി എത്തുന്നത്? ഈ ഹർജിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളും പൂർണ്ണാർത്ഥത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ ഹർജി ഇപ്പോൾ തീർപ്പാക്കിയിരിക്കുന്നത്. അതിൽ ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ടും പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുമൊക്കെ ആ കുടുംബം ഉന്നയിച്ച കാര്യങ്ങൾ, അതിലെ സംശയങ്ങൾ മുഴുവൻ കോടതി തള്ളിക്കളയുന്നുണ്ട്. പിന്നീടാണ് ജനറലായുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിൽ അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ കേസല്ല ഇത് എന്ന് കോടതി പറയുന്നു. ഈ അന്വേഷണത്തിൽ ഇടപെടാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കേസുമല്ല ഇത് എന്ന് കോടതി പറയുന്നു. കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ച് ഏത് ഏജൻസിക്കും അന്വേഷിക്കാവുന്ന കേസ് മാത്രമാണ്. കേസന്വേഷണം ന്യായവും നിഷ്പക്ഷവുമായ രീതിയിൽ നടക്കില്ല എന്ന സംശയത്തിന് അടിസ്ഥാനമില്ല. ഇരയ്ക്ക് സംശയം തോന്നുന്നതിനാൽ മാത്രം അന്വേഷണം കൈമാറാൻ കഴിയില്ല. ഇരയുടെ വ്യക്തിപരമായ വികാരങ്ങൾ അന്വേഷണം കൈമാറാൻ പര്യാപ്തമായ കാരണങ്ങളല്ല. കൃത്യമായ കാരണങ്ങളില്ലാതെ കേസുകൾ കൈമാറിയാൽ സാധാരണ നിയമപ്രക്രിയയിലുള്ള വിശ്വാസം പൊതുജനത്തിന് നഷ്ടപ്പെടും. അതിനാൽ ഈ അപ്പീൽ ഹർജി നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി പറയുകയാണ്. ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചറിയിച്ചെങ്കിലും തങ്ങൾ എത്താൻ താമസിക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻക്വസ്റ്റ് നേരത്തെയാക്കിയത് എന്ന് കോടതി പറയുന്നു. അതിലെന്തെങ്കിലും അപാകതയുള്ളതായി കാണുന്നില്ല എന്നാണ് കോടതി പറയുന്നത്. പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യത്തിലും സാധ്യമായ ആ ചുറ്റുപാടിൽ സാധ്യമായ നടപടിയാണ് ഉദ്യോഗസ്ഥരെടുത്തത്. അത് ഈ CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ തക്ക കാര്യമായി തോന്നുന്നില്ല എന്നും കോടതി പറഞ്ഞു വെക്കുന്നു. അതായത് ആ കുടുംബം ഉന്നയിച്ച കാര്യങ്ങളിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. യെസ്, എന്തുകൊണ്ടാണ് CBI ഈ അന്വേഷണം ഈ ഘട്ടത്തിൽ വേണ്ട എന്നതിന്റെ കാരണമാണ് ഉത്തരവിലുള്ളത്. നിലവിൽ അത് മറ്റൊരു ഏജൻസിയെ കേസ് ഏൽപ്പിക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിന്റെയും വിലയിരുത്തൽ. വിശദാംശങ്ങളാണ് എസ് ശ്രീകാന്ത് നൽകിയത് കൊച്ചിയിൽ നിന്ന്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്ന ആലപ്പുഴ മേൽപ്പാലത്തിലെ ഗർഡറുകൾ ഇടിഞ്ഞ് താഴെ വീണു. ബീച്ചിലെ മേൽപ്പാലത്തിന്റെ 4 ഗർഡറുകളാണ് തകർന്നു വീണത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അപകട സ്ഥലം സന്ദർശിച്ചു.
നമ്മളെ സംബന്ധിച്ചോളം ഇതൊരു പറഞ്ഞില്ല എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് EPC മോഡൽ കോൺട്രാക്ട് ആണ്. അപ്പോൾ അത് ഡിസൈൻ ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കേണ്ടതാണ്. അപ്പോൾ കമ്പനിക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്, ഇത്ര വർഷത്തേക്കുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉത്തരവാദിത്തം നമുക്ക് പരിശോധിക്കാം. സാറിന് ഇതിലൊന്നും വരാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞില്ലേ, നമ്മൾ ഈ കമ്പനി കൊടുക്കുന്ന ഡിസൈന് നാഷണൽ ഹൈവേയുടെ കൺസൾട്ടൻസി വിങ് ഉണ്ട്, അവർ അപ്രൂവ് ചെയ്തു. അത് നാഷണൽ ഹൈവേയുടെ അതോറിറ്റി അപ്രൂവ് ചെയ്തതിനു ശേഷമാണ് ഈ സംവിധാനമൊക്കെ ഡിസൈനൊക്കെ ഫൈനലൈസ് ചെയ്യുന്നതും ഡിസൈൻ അവർ അപ്രൂവൽ കൊടുക്കുന്നതൊക്കെ. ആ ഡിസൈനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പ്രൊസീജിയർ കൂടെ കടന്നു വരുന്ന സാധനമാണ്. പിന്നെ എന്താ പറ്റിയെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ദേശീയപാത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആളുകൾ എന്ന് പറഞ്ഞാൽ ഇത് പാർക്കിംഗ് ഏരിയ വണ്ടിയൊക്കെ കൊണ്ടിടുന്ന സ്ഥലമായത്, പിന്നെ വലിയ അപകടം ഇതായത്. പണിയെടുക്കുന്ന വെള്ളം കുടിച്ചിട്ട് മാറിയതേ ഉള്ളൂ. രണ്ടുപേരും വെളിയിൽ ഇപ്പോണ്ടായിരുന്നു, ആ രണ്ടുപേരും ഇല്ല ഇറക്കിയില്ലേ. ഞാൻ അവിടെ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഉച്ചയ്ക്ക് കേട്ടിട്ട് ഞാൻ തന്നെ വീട്, കാരണം എൻ്റെ വീട് ഉൾപ്പെടെ കിടന്ന് കുലുക്കുമായിരുന്നു, കുലുങ്ങി. വീട് ഉൾപ്പെടെ ഞാനും ഓർത്ത് വീട് ഉൾപ്പെടെ പോവുകയാണ്. ആണ് ഫോൺ ചെയ്ത് മേളിൽ നിന്ന് ഞാൻ ഇതാണ് വീട്. നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന്. അപ്പോൾ ഒരു കുറച്ച് ടൈം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വെള്ളം ടാങ്കർ ലോറിയായിട്ട് വെള്ളമായിട്ട് നടക്കാൻ വരുന്നതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് പാസ് ചെയ്ത് വന്നപ്പോൾ ഇവിടം വരെ എത്തുള്ളൂ. സാധാരണ നോർമലി ഞാൻ അവിടെയാണ് നിൽക്കാറുള്ളത്, ഫ്രണ്ടിൻ്റെ വീടാണ് അത്. അപ്പോൾ ഞാൻ അവിടെ സാധാരണ നിൽക്കാറുള്ളത്. ജസ്റ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് പാസ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു സൗണ്ട് കേട്ടു. പിന്നെ ഓടുമായിരുന്നു. നടുക്കുന്ന ഈ സൈഡിൽ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് വീണു, പിന്നെ അങ്ങനെ കറങ്ങി എല്ലാം കൂടെ ഒറ്റടിക്കാൻ വീണു. പെട്ടെന്ന് ഫുള്ള് പൊടിപടലമായി പോയി. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. മനീഷ്, ഇതിൽ ആളുകൾ ഇതിനിടയിൽ പെട്ടിട്ടുണ്ടോ എന്നൊരു ആശങ്ക ഒരു ഘട്ടത്തിൽ നാട്ടുകാർ പങ്കുവച്ചിരുന്നു. അപ്പോഴത് ക്രെയിൻ കൊണ്ടുവന്ന് മാറ്റി പരിശോധിക്കാമെന്നാണ് പോലീസ് പറഞ്ഞത്. ആശങ്ക ഇപ്പോഴില്ലല്ലോ, ആളുകൾ ആരും പെട്ടിട്ടില്ലെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാമല്ലോ അല്ലേ? അതെ വിജയകുമാർ, പോലീസ് ഇവിടെ വന്ന് ക്രെയിൻ ഉപയോഗിച്ച് ഇത് ഉയർത്തി മാറ്റിയിട്ടില്ലെങ്കിലും അതിനടിയിൽ ആളുകളില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. 3 മണിയോടുകൂടിയാണ് ഈ ദേശീയപാത അതോറിറ്റിയുടെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് നേരിട്ടെത്തി ഈ സ്ഥിതിഗതികൾ വിലയിരുത്തി എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ആ സമയത്ത് അത്തരത്തിലുള്ള പരിശോധന നടത്തിയാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ ഗർഡറുകൾ സ്ഥാപിച്ച ശേഷം അതിൻ്റെ പുറത്ത് ഒരു ക്രോസിംഗ് ഗർഡർ കൂടി സ്ഥാപിക്കും. അങ്ങനെ ക്രോസിംഗ് ഗർഡർ കൂടി സ്ഥാപിച്ചാൽ മാത്രമേ അത് ഉറച്ചു നിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ള ക്രോസിംഗ് ഗർഡറുകൾ നിർമ്മാണത്തിലിരിക്കുന്ന ഘട്ടത്തിൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ സ്ഥാപിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചട്ടം. പക്ഷേ അത് സ്ഥാപിച്ചിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനി ആ ഉദ്യോഗസ്ഥർ തന്നെ വിശദീകരിക്കേണ്ടി വരും. ഇന്ന് പകൽ 11 മണിയോടുകൂടിയാണ് ജനത്തിരക്കേറിയ ആലപ്പുഴ നഗരത്തിലെ ബീച്ചിൻ്റെ വിജയ പാർക്കിന്റെ വടക്ക് ഭാഗത്ത് ഉള്ള ഭീമിൽ 18ാമത്തെ ബീമിനും 19ാമത്തെ ബീമിനും ഇടയ്ക്കുള്ള 4 ഗർഡറുകളാണ് താഴേക്ക് വലിയ ശബ്ദത്തോടുകൂടി താഴേക്ക് വീണത്. അതിന്റെ താഴെ നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ഷെഡ് ഭാഗികമായി തകർന്നിട്ടുണ്ട്. എപ്പോഴും ജനത്തിരക്കുള്ളതും കാർ അടക്കമുള്ള ഇരുചക്ര വാഹനങ്ങളടക്കം പാർക്ക് ചെയ്യുന്ന ഒരു മേഖലയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം എന്താണെങ്കിൽ ഗർഡർ പൂർണ്ണമായി ഇവിടെ നിന്ന് മാറ്റണമെങ്കിൽ ഉദ്യോഗസ്ഥർ വന്നാൽ മാത്രമേ അനുവദിക്കൂ എന്നാണ് നിലവിൽ ഇവിടെ ഉള്ള പ്രതിഷേധക്കാർ പറയുന്നത്. ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് പറയുന്നത് നിലവിലുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നിഷ്കർഷിക്കുന്ന സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അനുസരിച്ചാണ് ഈ നിർമ്മാണം നടക്കുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചത്, നിലവിലുണ്ടായ പാകപ്പിഴവ് എന്താണെന്ന കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ അത് ദേശീയപാത അതോറിറ്റിയുടെ ഈ നിർമ്മാണത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കണമെന്നാണ് അറിയിക്കുന്നത്. 3 മണിയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാര്യങ്ങൾ പരിശോധിക്കും. വിജയകുമാർ. യെസ്, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഉച്ചയ്ക്ക് ശേഷം ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ അവിടെ എത്തി അത് പരിശോധിച്ച് എന്താണ് ഈ അപകട കാരണമെന്നത് സംബന്ധിച്ച് നിഗമനത്തിലേക്ക് എത്തും. നാട്ടുകാർ അത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ 3 മണിക്കാണ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുക. സംസ്ഥാന സർക്കാരിനെതിരെ നിയമസഭയിലേക്ക് ആശാ വർക്കേഴ്സിന്റെ മാർച്ച്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സാണ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. സമരക്കാർക്ക് പിന്തുണയുമായി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസും പ്രതിഷേധം സംഘടിപ്പിച്ചു. സെക്രട്ടേറിയറ്റിന് മുൻപിൽ തുടരുന്ന രാപ്പകൽ സമരത്തിന്റെ 22ാം ദിവസമാണ് നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചത്. 1000-ഓളം ആശാ വർക്കേഴ്സ് സമരത്തിൽ പങ്കെടുത്തു. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിക്കുന്നുവെന്ന് സമരക്കാർ. ഇതിപ്പോ ഓണറേറിയം വർദ്ധിപ്പിച്ചു തരേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ? അവരാണ് തരുന്നതെന്നല്ല അവർ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് 21,000 രൂപക്കാന്ന് പറഞ്ഞ അവരല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അവർക്കെതിരെ സമരം നടത്തുന്നത്. കെ രമ MLA മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തി. കേരളത്തിലെ 26,000 ആശകരുടെ പ്രതിനിധികളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഈ സമരത്തെ പുച്ഛിച്ചു തള്ളാൻ, പരിഹസിച്ചു തള്ളാനാണ് ഒരു തൊഴിലാളി വർഗ സർക്കാർ തയ്യാറാകുന്നത് എന്നത് അങ്ങേയറ്റം അപഹാസ്യമാണ്. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം അർപ്പിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മറ്റിടങ്ങളിൽ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കുമായിരുന്നു കോൺഗ്രസിന്റെ മാർച്ച്. എല്ലാ ദിവസവും ആശാ വർക്കർമാരാണ് കേരളത്തിന്റെ
പൊതുശത്രുക്കൾ എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം അവർക്കെതിരായിട്ടുള്ള പ്രസ്താവനകളാണ് ഇറക്കുന്നത്. മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. കഴിഞ്ഞ സാമ്പത്തിക വർഷം ആശമാർക്ക് നൽകേണ്ട 100 കോടി രൂപയിൽ കേന്ദ്ര സർക്കാർ 1 രൂപ പോലും നൽകിയിട്ടില്ലെന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ. ആശമാരെ തൊഴിലാളികളായി കാണണമെന്ന ആവശ്യം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. രാജ്യത്ത് ആശാ വർക്കേഴ്സിന് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണെന്നും മന്ത്രി ആവർത്തിച്ചു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ. ആ ഓണറേറിയം മാത്രമല്ല, അപ്പോൾ തെറ്റായിട്ട് അതും വ്യാഖ്യാനിക്കുന്നുണ്ട് സർ. ഓണറേറിയം മാത്രമാണ്, അങ്ങനെയല്ല. ഓണറേറിയം കൂടാതെ 3000 രൂപ ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് ഉണ്ട് സർ. 2023-24 സാമ്പത്തിക വർഷം, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന 100 കോടി രൂപയിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല സർ. 1 രൂപ പോലും നൽകിയിട്ടില്ല സർ. നാം വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു വിഷയമാണ് അത്. ബഹുമാനപ്പെട്ട MP-മാർ ആ വിഷയം ഉന്നയിക്കണം എന്നുള്ളതാണ് സർ എനിക്ക് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് കേരളത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ ആശമാരുടെ ഉൾപ്പെടെയുള്ള ആവശ്യമാണ്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട MP-മാർ കേന്ദ്രത്തിൽ പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കണം എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ആക്ഷേപിച്ച് CITU നേതാവ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് സുരേഷ് ഗോപി കുട മാത്രമാണോ കൊടുത്തത് എന്നറിയില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ ആശാ വർക്കേഴ്സ് നടത്തിയ സമരത്തിലായിരുന്നു ഈ പരാമർശം. സമര നായകൻ സുരേഷ് ഗോപി എത്തുന്നു സമരകേന്ദ്രത്തിൽ. എല്ലാവർക്കും കൊട കൊടുക്കുന്നു. കൊട കൊടുക്കുകയാണെങ്കിൽ ഉമ്മയും കൂടി കൊടുത്തോന്ന് അറിയാൻ പാടില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ 1-2 പേര് പരാതിപ്പെട്ടോടുകൂടി ഉമ്മ കൊടുക്കൽ നിർത്തിയെന്നോണു. ഇപ്പൊ കൊട കൊടുക്കുക കേന്ദ്രമന്ത്രി. കൊട കൊടുക്കുന്നതിന് പകരം ഈ ഓണറിയത്തിന്റെ കാര്യത്തിൽ പാർലമെന്റിൽ പറഞ്ഞ എന്തെങ്കിലും നേടിക്കൊടുക്കണ്ടേ? ആ ഓഫറുമായിട്ട് വേണ്ടേ ആ സമരപന്തലിൽ വരാൻ? അങ്ങനെയല്ലേ BJPയും കോൺഗ്രസും ചെയ്യേണ്ടത്? സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെ മോശം ഭാഷയിൽ വിമർശിക്കുന്നത് ശരിയല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സമരങ്ങളുടെ ന്യായം അന്യായം എല്ലാം ഉണ്ടാകാം, പക്ഷേ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കണം. വിമർശിക്കുമ്പോൾ അതിൻ്റെ ഭാഷ പ്രധാനപ്പെട്ട ഒന്നാണ്. സമരം ചെയ്യുന്നവരെ അതിൻ്റെ പേരിൽ നമ്മൾ പരിഹാസ്യമായ വാക്കുപയോഗിച്ച് വിമർശിക്കുന്നത് പലപ്പോഴും ഇടതുപക്ഷ സംസ്കാരത്തിൻ്റെ നന്മകളെ പ്രതിഫലിപ്പിക്കുന്നില്ല. സംസ്ഥാനത്ത് ട്രഷറി ഇടപാടിലുണ്ടായ സാങ്കേതിക തകരാർ പരിഹരിച്ചു. ഓൺലൈൻ സേവനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, പെൻഷൻകാരൊക്കെ ധാരാളം ഈ വലിയ വേനലിൽ വെയിലത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്, സേവനങ്ങൾ പുനരാരംഭിച്ചു അല്ലേ? വിജയകുമാർ, ട്രഷറി ഡയറക്ടറേറ്റിൽ നിന്ന് അത്തരത്തിലുള്ള അറിയിപ്പാണ് കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴും ഈ ട്രഷറി ഓഫീസുകളിൽ ഈ ഓൺലൈൻ സേവനങ്ങൾ പുനരാരംഭിച്ചിട്ടില്ല. രാവിലെ മുതൽ ഒരുപാട് ആളുകൾ, പെൻഷൻകാർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ചിലരൊക്കെ വന്ന് നിന്ന് കുഴഞ്ഞു വീണ് ഒക്കെ നമ്മളോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ചേട്ടാ, എവിടുന്നാണ് വന്നത്? എപ്പോഴാണ് വന്നത്? രാവിലെ 11 മണിക്ക് വന്നത്. 11 നെറ്റില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഇരുന്നല്ലേ, കാശിന് വേണ്ടി വന്നതല്ലേ, വന്നിരുന്നല്ലേ പറ്റുള്ളൂ. പെൻഷൻ പറ്റിയ ആൾക്കാരല്ലോ, എല്ലാം പ്രതീക്ഷയിൽ വരുന്നതാണ്. പരിഹരിച്ചു എന്ന് പറഞ്ഞു, വല്ല അറിയിപ്പും കിട്ടിയ? ഒരു അറിയിപ്പില്ല. എന്നെ അവർ പറയുമ്പോൾ ടോക്കൺ വാങ്ങിച്ചിട്ട് നിൽക്കുകയാണോ? ടോക്കൺ വാങ്ങിച്ചില്ല. നേരത്തെ ടോക്കൺ കൊടുത്തു, പിന്നീട് നമ്മൾ കിട്ടിയില്ല. ട്രഷറിയിൽ പൈസ ഇല്ലെങ്കിൽ നെറ്റ് വരാതിരിക്കുമല്ലോ. അങ്ങനെ ഒരുപാട് അമ്മമാരടക്കമുള്ളവരുണ്ട്. അമ്മ എവിടുന്നാ വന്നത്? നെട്ടുകാരെന്നാണ് മോനെ വരുന്നത്. എത്ര മണിക്ക് രാവിലെ വന്നായിരുന്നു ഇവിടെ? രാവിലെ വന്ന് എനിക്ക് 6 മാസം കൊണ്ട് എൻ്റെ പെൻഷൻ താമസിച്ചാണ് കിട്ടണത്. വന്ന സമയത്ത് തരില്ല. അവർ സിസ്റ്റത്തിൽ വന്നില്ല എന്ന് പറഞ്ഞ് എന്തോ ഒരു മിസ്റ്റേക്ക്. അവർ രാത്രി വരെ ഇരുത്തിയേക്കും. സൂപ്രണ്ട് പറയും ഇവിടെ ഇരിക്കും. ഞങ്ങൾ വിളിച്ച് ഡയറക്ടർ ഓഫീസിൽ ചോദിച്ചിട്ട് ഇപ്പോൾ രാവിലെ കയറി സംസാരിച്ചു. എന്താ പറഞ്ഞേ? ഇന്നലെ വന്ന്, ശനിയാഴ്ച വന്ന്. അപ്പോൾ പറഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരാൻ പറഞ്ഞു. ഇന്ന് രാവിലെ വന്നപ്പോഴത്തേക്ക് ടോക്കൺ പോലും കിട്ടാതെ നിർത്തൽ ചെയ്ത് വെച്ചേക്കുന്നു. ഇവിടെ നെറ്റില്ലെന്നാണ് പറയുന്നത്.
അപ്പോൾ ഡേറ്റാ സെന്ററിലുണ്ടായ സെർവർ തകരാറായിരുന്നു ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് ട്രഷറി വകുപ്പ് പറഞ്ഞത്. അതിപ്പോൾ പരിഹരിച്ചുവെന്ന് ഡയറക്ടറേറ്റിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ സംസ്ഥാന വ്യാപകമായി ട്രഷറി ഓഫീസുകളിൽ ഓൺലൈൻ സേവനങ്ങൾ പുനരാരംഭിച്ചിട്ടില്ല. പെൻഷൻകാർ ഇപ്പോഴും ഈ ഓഫീസുകളിൽ കാത്തിരിക്കുകയാണ്. രാവിലെ മുതൽ വന്ന് നിൽക്കുന്നവരാണ് ഇവരെല്ലാം. വിജയകുമാർ. യെസ്, സാങ്കേതിക തകരാർ പരിഹരിച്ചു എന്നാണ് ഡയറക്ടറേറ്റിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ലഭ്യമായിട്ടില്ല എന്നാണ് പെൻഷൻ വാങ്ങാനൊക്കെ എത്തിയ ആളുകൾ പ്രതികരിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുകയാണ്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. കായംകുളം MLA യു പ്രതിഭയുടെ മകനെതിരായ കഞ്ചാവ് കേസിലെ 2 സാക്ഷികൾ കൂറുമാറി. കഞ്ചാവ് ഉപയോഗം കണ്ടില്ലെന്ന് തകഴി സ്വദേശികളായ 2 പേർ മൊഴി മാറ്റി. പ്രതിഭയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ മൊഴി മാറ്റി പറഞ്ഞത്. പ്രതിഭയുടെ മകൻ ഉൾപ്പെടെ 9 പേർക്കെതിരെ കുട്ടനാട് എക്സൈസ് രജിസ്റ്റർ ചെയ്ത ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിൽ തകഴി സ്വദേശി 38-കാരൻ അജിത്, 62-കാരൻ കുഞ്ഞുമോൻ എന്നിവരായിരുന്നു സാക്ഷികൾ. എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടികൂടിയെന്നും ഇവരുടെ കഞ്ചാവ് ഉപയോഗം കണ്ടുവെന്നുമായിരുന്നു മൊഴി. എന്നാൽ യു പ്രതിഭ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറിന്റെ മുന്നിലാണ് സാക്ഷികൾ മൊഴി തിരുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളുടെ കഞ്ചാവ് ഉപയോഗത്തിനും കഞ്ചാവ് കണ്ടെടുത്തതിനും തെളിവുകളില്ലെന്ന അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശം. ഒപ്പം മെഡിക്കൽ പരിശോധന നടത്തിയില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. എന്നാൽ കുറഞ്ഞ അളവിൽ കഞ്ചാവ് പിടികൂടുമ്പോൾ മെഡിക്കൽ പരിശോധനകൾ സാധാരണയായി നടത്താറില്ല എന്നാണ് എക്സൈസ് വകുപ്പിനുള്ളിൽ നിന്നു തന്നെ ഉയരുന്ന ആക്ഷേപം. യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥർക്കെതിരായി റിപ്പോർട്ട് നൽകിയതെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. യു പ്രതിഭയുടെ മകൻ ഉൾപ്പെടെ 3 മുതൽ 9 പ്രതികളെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനമായിട്ടുണ്ട്. അടുത്ത ദിവസം തിരുവനന്തപുരത്തെ ആസ്ഥാനത്തെത്താൻ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ കുട്ടനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജനും റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാറിനും നിർദ്ദേശം നൽകി. ഇവർക്കെതിരെ വകുപ്പുതല നടപടിയും ഉണ്ടായേക്കാം. 24 ആലപ്പുഴ. കോയമ്പത്തൂരിലുള്ള ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം പാലക്കാട് വണ്ടാഴിയിലെത്തി മധ്യവയസ്കൻ സ്വയം വെടിയുതിർത്തു മരിച്ചു. വണ്ടാഴി സ്വദേശി കൃഷ്ണകുമാറാണ് മരിച്ചത്. ഭാര്യ സംഗീതയെ കൊലപ്പെടുത്തിയ ശേഷമാണ് കൃഷ്ണകുമാർ നാട്ടിലെത്തിയത്. ഇന്ന് രാവിലെയാണ് സംഭവം. പാലക്കാട് വണ്ടാഴിയിലെ വീട്ടിൽ നിന്നും 6 മണിയോടെ കോയമ്പത്തൂരിലെ ഭാര്യയുടെയും മക്കളുടെയും അടുത്തേക്ക് കൃഷ്ണകുമാർ എത്തി. വിദ്യാർത്ഥികളായ 2 മക്കളും സ്കൂളിലേക്ക് പോയതിനു ശേഷം ഭാര്യ സംഗീതയെ കൃഷ്ണകുമാർ കൊലപ്പെടുത്തി. തുടർന്ന് തിരികെ പാലക്കാട് വണ്ടാഴിയിലെ കിഴക്കേത്തറ ഏറാട്ടുകുളമ്പിലെ വീട്ടിൽ 8:30 എത്തിയ കൃഷ്ണകുമാർ എയർഗൺ ഉപയോഗിച്ച് സ്വയം വെടിയുതിർത്തു. ഇന്ന് പുലർച്ചെ 4 മണിക്ക് കോയമ്പത്തൂർ പോയി ഭാര്യയെ വകവരുത്തി വെടിവെച്ച് കൊന്നതിന് ശേഷം വീട്ടിൽ വന്ന് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. കുടുംബ പ്രശ്നമായിരിക്കാൻ കാരണമെന്നാണ് നമ്മൾ കരുതുന്നത്. കൃഷ്ണകുമാർ ആത്മഹത്യ ചെയ്യുമ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയുമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് കോയമ്പത്തൂരിൽ നിന്നും കൃഷ്ണകുമാർ വണ്ടാഴിയിലെ വീട്ടിലേക്ക് എത്തിയത്. സംഗീതയും കൃഷ്ണകുമാറും തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 പാലക്കാട്. പത്തനാപുരത്തിനടുത്ത് കലഞ്ഞൂർ പാടത്ത് ഭാര്യയെയും സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി. കലഞ്ഞൂർ പാടം സ്വദേശി വൈഷ്ണ, അയൽവാസി വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഭാര്യയും അയൽവാസിയും തമ്മിലുള്ള ബന്ധം സംശയിച്ചാണ് കൊലപാതകം. വൈഷ്ണയും ബൈജുവിന്റെ സുഹൃത്ത് വിഷ്ണുവും തമ്മിൽ അടുപ്പമുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു കൊലപാതകം. വൈഷ്ണയുടെ മൊബൈലിൽ വിഷ്ണുവുമായുള്ള ചാറ്റ് കണ്ടെത്തിയതോടെ ഇരുവരും തമ്മിൽ വഴക്കായി. വീട് വിട്ടിറങ്ങിയ വൈഷ്ണ തൊട്ടടുത്തുള്ള വിഷ്ണുവിന്റെ വാടക വീട്ടിലേക്ക് പോയി. ഇവിടെ വെച്ചാണ് ബൈജു ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവശേഷം പോലീസിനെ വിളിച്ച് ബൈജു സ്വയം കീഴടങ്ങി. വിഷ്ണുവും ബൈജുവും അടുത്ത സുഹൃത്തുക്കളെന്നും പ്രശ്നങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും നാട്ടുകാർ. സുഹൃത്തുക്കളാ പ്രശ്നം ഉണ്ടായിട്ട് ഇതുവരെ എൻ്റെ അടുക്കൽ ഒരു പരാതിയും വന്നിട്ടില്ല. അപ്പോൾ അവർ പിന്നെ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. എൻ്റെ അടുക്ക ഇതുവരെ പരാതി വന്നിട്ടില്ല. ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് വൈഷ്ണയെ ബൈജു വിവാഹം കഴിച്ചത്. കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. വൈഷ്ണയ്ക്കും ബൈജുവിനും 2 മക്കളാണുള്ളത്. ഇവര് തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളുള്ളതായിട്ട് ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ബൈജുവും വിഷ്ണുവായിട്ട് സാമ്പത്തിക ഏർപ്പാടോ മറ്റു കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അവര് തമ്മിൽ ഇടയ്ക്കെല്ലാം വഴക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതങ്ങനെ പല പ്രാവശ്യം നമ്മളിവിടെ വരുന്നിട്ടുമുണ്ട്. ഇന്ന് തന്നെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 പത്തനംതിട്ട.
വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ 2 കേസുകളിൽ കൂടി പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സഹോദരൻ അഫ്സാനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിതൃ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലെ അറസ്റ്റ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം രേഖപ്പെടുത്തുമെന്ന് വെഞ്ഞാറമൂട് പോലീസ് അറിയിച്ചു. പ്രതി റിമാൻഡിൽ കഴിയുന്ന മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അഫാനെ ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരും. അതിനുശേഷമാകും ജയിലിലേക്ക് മാറ്റുക. സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് വീണ്ടും നീട്ടിവെച്ചു. റിയാദിലെ കോടതിയാണ് കേസ് 9ാം തവണയും മാറ്റിവെച്ചത്. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം വിശദാംശങ്ങൾ നൽകും. ജലീൽ, വീണ്ടും ആ കേസ് മാറ്റിയിരിക്കുന്നു. പതിവ് പോലെ എന്താണ് കേസ് മാറ്റാനിടയായ സാഹചര്യം എന്ന ചോദ്യം ഉയരും. പക്ഷേ അതിന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടുക അസാധ്യമാണെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, അബ്ദുറഹീമിന്റെ വിഷയത്തിൽ ഇന്നും നിരാശയാണ്. എന്താണോ മുമ്പൊക്കെ സംഭവിച്ചത് അത് തന്നെ ഇന്നും സംഭവിച്ചിരിക്കുകയാണ്. 9ാം തവണയും റിയാദിലെ ക്രിമിനൽ കോടതി അബ്ദുറഹീമിന്റെ കേസ് നീട്ടിവെച്ചു. റിയാദ് ക്രിമിനൽ കോടതി ഇന്ന് രാവിലെ 10 മണിക്കാണ് കേസ് പരിഗണിച്ചത്. റിയാദിലെ സഹായ സമിതിയാണ് ഈ കേസ് നീട്ടിവെച്ച കാര്യം വീണ്ടും നമ്മെ അറിയിക്കുന്നത്. ജയിൽ മോചനത്തിന് ഇനിയും കാത്തിരിക്കണം എന്നാണ് മനസ്സിലാകുന്നത്. രാവിലെ 10 മണിക്ക് ഓൺലൈൻ, സൗദി സമയം 10 മണിക്ക്, ഇന്ത്യൻ സമയം 12:30 ഓൺലൈനായി കോടതി ചേർന്നപ്പോൾ അബ്ദുറഹീമും അഭിഭാഷകനുമെല്ലാം ഉണ്ടായിരുന്നു, കോടതിയിൽ ഹാജരായിരുന്നു. അതോടൊപ്പം തന്നെ എംബസി ഉദ്യോഗസ്ഥനായ സവാദ്, എംബസി പ്രതിനിധി സിദ്ദിഖ് തുവൂർ, കുടുംബത്തിന്റെ പ്രതിനിധി സിദ്ദിഖ് തുവൂരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഗവർണറേറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട ഫയലിന്റെ ഹാർഡ് കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിയാദിലുള്ള നിയമസഹായ സമിതി അറിയിച്ചിട്ടുള്ളത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണിത്. അതോടൊപ്പം ഈ രൂപത്തിൽ നീളുന്ന ഒരു സാഹചര്യത്തിൽ അബ്ദുറഹീമിന് വേണ്ടി ജാമ്യാപേക്ഷ നൽകിയതായി അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. പുതിയ തീയതി, കേസ് പരിഗണിക്കുന്ന പുതിയ തീയതി മാർച്ച് 18 സൗദി സമയം രാവിലെ 11 മണിക്ക്, ഇന്ത്യൻ സമയം 1:30 വിജയകുമാർ. റിയാദിലെ കോടതി ആ കേസ് വീണ്ടും മാറ്റി. 9ാം തവണയാണ് കേസ് മാറ്റിയത്. ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ കാത്തിരിക്കണം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ അവിടെ നിന്നും അവർ പറയുന്നുള്ളൂ. അതിന് കാരണം എന്തെങ്കിലും ഉണ്ടോ എന്നത് ഈ ഘട്ടത്തിലും വ്യക്തമല്ല. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. എറണാകുളം വാഴക്കുളം മലയിടം തുരുത്തിലെ ഭൂമി തർക്കത്തിൽ കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ അഭിഭാഷക കമ്മീഷൻ സ്ഥലത്തെത്തി. കമ്മീഷനെ പ്രതിഷേധക്കാർ അവിടെ തടഞ്ഞിട്ടുണ്ട്. ആൻമരിയ മലയിടം തുരുത്തിൽ നിന്ന് വിവരങ്ങൾ നൽകും. ആൻമരിയ, നേരത്തെയും ഇവിടെ സംഘർഷമുണ്ടായിട്ടുണ്ട്. കമ്മീഷൻ എത്തിയ സമയത്തൊക്കെ കമ്മീഷനെ തടഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ പോലീസ് ഇടപെടലും ഉണ്ടായി. ഇന്ന് എന്താണ് സാഹചര്യം? അതേ അവസ്ഥ തുടരുകയാണോ? വിജയകുമാർ, തീർച്ചയായും ഏകദേശം ഇത് 8ാമത്തെ തവണയാണ് ഈ പ്രതിഷേധക്കാർ ഇവിടെ ഇങ്ങനെ ഒത്തുകൂടുന്നതും ഇവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അഭിഭാഷക കമ്മീഷൻ ഈ സ്ഥലത്ത് മലയിടം തുരുത്തിലേക്ക് എത്തിച്ചേരുന്നതും. ഈ പെരിയാർ വാലി കനാലിനോട് ചേർന്ന് കിടക്കുന്ന 2.5 ഏക്കർ ഭൂമി, ഈ 2.5 ഏക്കർ ഭൂമിയിലെ ഏകദേശം 170 മീറ്ററോളം നീളത്തിൽ 8 കുടുംബങ്ങൾ ഇവർ ജനിച്ചു വളർന്ന മണ്ണാണിത്. ഈ മണ്ണ് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വരുന്നത് ഈ 8ാമത്തെ തവണയാണ് ഈ അഭിഭാഷക കമ്മീഷൻ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നത്. വലിയ തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അഭിഭാഷക കമ്മീഷനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പ്രതിഷേധക്കാർ വലിയ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഈ പ്രതിഷേധക്കാർ പറയുമ്പോഴും ഇപ്പോൾ ഈ ഉത്തരവ് നടപ്പിലാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഈ അഭിഭാഷക കമ്മീഷൻ പറയുന്നത്. ഈ പ്രതിഷേധക്കാർ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ ഹർജിയിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് 2 ആഴ്ചത്തോളം സമയം നൽകിയിട്ടുണ്ട്. അത് നൽകിയിരിക്കുന്നത് ഇവരുടെ രേഖകൾ, ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി 2 ആഴ്ചത്തോളം സമയം നൽകിയിട്ടുണ്ട്. അതിനി 12 ദിവസവും ബാക്കി കിടക്കുകയാണ്. ഈ ബാക്കി കിടക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ ഒരു കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തി ഈ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി നിലനിൽക്കുന്നത് അത് തികച്ചും അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്. അഭിഭാഷക കമ്മീഷൻ പറയുന്ന ഇപ്രകാരമാണ്. ഈ ഒരു ഹർജി നിലനിൽക്കുന്നതിൽ പോലും ഈ പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി ആ ഹർജി തള്ളിക്കൊണ്ട് ഈ നടപടിയുമായി മുന്നോട്ട് പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് അവർ പറയുമ്പോഴും ഈ പ്രതിഷേധക്കാർ അഭിഭാഷക കമ്മീഷൻ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സ്ഥലത്ത് വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹവുമുണ്ട്. ഒരു പ്രതിഷേധത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുമുണ്ട്. വിജയകുമാർ. മലയിടം തുരുത്തിൽ ഇന്നും പ്രതിഷേധമാണ്. അഭിഭാഷക കമ്മീഷനെ നാട്ടുകാർ തടഞ്ഞു. ഉത്തരവ് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ. മുണ്ടക്കൈ പുനരധിവാസ പദ്ധതി ഈ മാസം 31-നകം പൂർത്തിയാക്കുക അസാധ്യമെന്ന് ഹൈക്കോടതി. പദ്ധതി പൂർത്തിയാക്കാനുള്ള സമയപരിധിയിൽ ഇളവ് നൽകുന്നതിൽ കേന്ദ്രം വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ബാങ്കേഴ്സ് സമിതിയുടെ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ട് വായ്പ എഴുതിത്തള്ളൽ അപേക്ഷയിൽ തീരുമാനമെടുക്കും എന്നാണ് കേന്ദ്ര സർക്കാർ എന്ന് കോടതി അറിയിച്ചത്.
കണ്ണൂർ മുതിയങ്ങ വയലിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ AK ശ്രീധരന്റെ മൃതദേഹം സംസ്കരിച്ചു. ഷാഫി പറമ്പിൽ MP, CPM നേതാവ് P ജയരാജൻ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ശ്രീധരന്റെ കുടുംബത്തിന് വനം വകുപ്പ് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ഇതിലെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ ഇന്ന് വൈകിട്ട് കുടുംബത്തിന് കൈമാറും. ഇന്നലെയാണ് മുതിയങ്ങ വയലിലെ കൃഷിയിടത്തിൽ വെച്ച് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ശ്രീധരൻ കൊല്ലപ്പെട്ടത്. വയനാട്ടിൽ കടുവയെ കാണുന്നത് വീട്ടിൽ പൂച്ചയെ കാണുന്നത് പോലെയെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. വനമന്ത്രിയെ കണ്ടാൽ മയക്കുവടി ഏറ്റതുപോലെ തോന്നും. വന്യജീവികൾ നാട്ടിലിറങ്ങിയാൽ കൊല്ലണം, അല്ലാതെ ഉമ്മ വയ്ക്കാൻ കഴിയില്ല എന്നും K മുരളീധരൻ പറഞ്ഞു. വനത്തിന്റെ എത്രയോ ദൂരെ താമസിച്ചാലും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരും. കാരണം വന്യമൃഗങ്ങൾ വിചാരിച്ചു ഞങ്ങളെക്കാൾ ദുഷ്ടന്മാരാണ് കേരളം ഭരിക്കുന്നത്, പിന്നെ ഞങ്ങൾ മാത്രം എന്തിനാ കാട്ടിൽ കഴിയുന്നത് വിചാരിച്ചു. അവരും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ പൂച്ചേനെ കാണുന്ന പോലെയാണ് വയനാട്ടിലൊക്കെ പുലിനെ കാണുന്നത്. എല്ലാം ഇറങ്ങിയിരിക്കുകയാണ്. കരടി, അത് ആന, എത്ര പേര് ഒരു ദിവസം കൊല്ലുന്നത്? ആരോടെ പോയിട്ട് പറയാ? അവിടെ മന്ത്രിയുടെ അടുത്ത് പറയാൻ പോയാൽ മയക്കോടി ഏൽക്കുന്ന അദ്ദേഹത്തിനാണോ മയക്കോടി കിട്ടിയതെന്ന് തോന്നുന്നു. ഞാൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട മയക്കുവടി വയ്ക്കാനുള്ള തോക്ക് പോലും കയ്യിലില്ല ഈ 21-ാം നൂറ്റാണ്ടിൽ, ഈ ഹൈടെക് കാലഘട്ടത്തിൽ. അപ്പൊ അതാണ് ഫോറസ്റ്റുകാരുടെ അവസ്ഥ. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ജനവാസ മേഖലയോട് ചേർന്ന് കടുവ ഇറങ്ങി. മറയൂരിൽ യുവാവിനെ കാട്ടുപോത്ത് ആക്രമിച്ചു. വയനാട് മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റിൽ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പുലിയെ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു. ഇന്നലെ വൈകിട്ടാണ് ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പി എസ്റ്റേറ്റിൽ ജനവാസ മേഖലയോട് ചേർന്ന് കടുവയെ കണ്ടത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയ JCB ഓപ്പറേറ്ററാണ് കടുവയെ കണ്ടതും ദൃശ്യങ്ങൾ പകർത്തിയതും. അരമണിക്കൂറോളം ജനവാസ മേഖലയിൽ തുടർന്ന കടുവ പിന്നീട് കാടുകയറി. മറയൂരിൽ വീട്ടുമുറ്റത്ത് നിന്ന് യുവാവിനെ കാട്ടുപോത്ത് ആക്രമിച്ചു. തലയ്ക്ക് പരിക്കേറ്റ സുരേഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി ഉദുമൽപേട്ടയിലേക്ക് കൊണ്ടുപോയി. പാലക്കാട് തൃത്താല പണിക്കർപ്പടിയിൽ കാട്ടുപന്നിക്കൂട്ടം നടുറോഡിലിറങ്ങി. വാഹനങ്ങൾ ഒതുക്കി നിർത്തിയതോടെ പന്നികൾ കൂട്ടത്തോടെ ഓടിപ്പോയി. വയനാട് മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റിൽ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പുലിയെ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു. 2 വയസ്സുള്ള ആൺപുലിയെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് തുറന്നുവിട്ടത്. മലപ്പുറം കരുളായി ഉൾവനത്തിൽ കരിമ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. വനം വകുപ്പ് വാച്ചേഴ്സാണ് ജഡം കണ്ടെത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ഇടുക്കി. ഇപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് കടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുകയാണ്. തത്സമയം സാമൂഹ്യക്ഷേമ വകുപ്പിനെയോ വേറെ ആരെങ്കിലും ഏൽപ്പിക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്ക്. ഇവരെ അവർക്ക് അതിനൊന്നും നേരമില്ല. കാരണം അവർക്ക് മര്യാദയ്ക്ക് വാഹനമില്ല, മര്യാദയ്ക്കുള്ള പോലീസ് ഫോഴ്സ് ഇല്ല. ഇപ്പൊ തന്നെയുള്ള ആള് ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഉള്ള ജോലിയുടെ ഇരട്ടി ജോലി ചെയ്യുന്ന അവരുടെ സമ്മർദ്ദം, അപ്പൊ കൂടുതൽ ജോലി അവരെ ഏൽപ്പിക്കുകയല്ലേ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും അല്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്. അവർ എൻഫോഴ്സ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് ശക്തിയാകണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 23 വർഷം മുമ്പ് അമേരിക്കൻ വിദേശകാര്യ വകുപ്പിൻ്റെ ഒരു ഡെലിഗേറ്റായി അവരുടെ ക്ഷണപ്രകാരം അമേരിക്ക സന്ദർശിച്ച സമയത്ത് 50 സംസ്ഥാനങ്ങളുള്ള അമേരിക്കയിലെ ഡെൻവർ എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനം, അവിടുത്തെ ക്രൈമിനെ കുറിച്ചാണ് ചർച്ച. അവിടുത്തെ പോലീസ് ചീഫ് ഞങ്ങളോട് പറഞ്ഞു, 1 ലക്ഷം പേരാണ് ഇവിടുത്തെ പോപ്പുലേഷൻ, 5000 പേരാണ് പോലീസ്, 20:1 ആണ് പോലീസ് ഫോഴ്സ്. സംഭവമൊക്കെ ഓക്കെയാണ്. പക്ഷേ ഞങ്ങൾ ഭയപ്പെടുന്നത് പുതിയ ക്രൈം ഉണ്ടാകുകയാണ്. ഒന്ന് ഡ്രഗ്സിൽ നിന്നുള്ള ക്രൈം, 2 സൈബർ ക്രൈം ഉണ്ടാകുകയാണ്. ഒരു കാറിൽ മുഴുവൻ ഡോളറുള്ള ഒരു പേഴ്സ് ഉപേക്ഷിച്ചിട്ട് പോയാലും ഡോളർ എടുക്കില്ല പേഴ്സിൽ നിന്ന് എടുക്കുന്നത് ID കാർഡാണ്. സൈബർ ക്രൈമാണ് വരുന്നത്. അപ്പം ഞങ്ങൾ കുറ്റവാളികൾ എങ്ങനെയാണ് അവരുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്, അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണ്. എല്ലാ കാലത്തും നമ്മൾ കുറ്റവാളികളെ നേരിടാൻ, റാക്കറ്റുകളെ നേരിടാൻ, മാഫിയകളെ നേരിടാൻ നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ അവർ അഡ്വാൻസ് ചെയ്ത് നമ്മളെക്കാളിലും മുമ്പിൽ പോവും. ഞങ്ങൾ ഇവിടുത്തെ പോലീസ് ആക്ട് ഉണ്ടാക്കാൻ സെലക്ട് കമ്മിറ്റിയുടെ ഭാഗമായി ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഹൈദരാബാദ് പോലീസ് അക്കാഡമിയും സ്ഥലവും സന്ദർശിച്ചപ്പോൾ മാവോയിസ്റ്റുകളെ നേരിടുന്ന അന്നത്തെ ആന്ധ്ര പോലീസിലെ തലവനുമായി ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല, അവരത്രമാത്രം എക്യുപ്ഡാണ് മാവോയിസ്റ്റുകൾ. ഞങ്ങൾ ചെന്ന് ഇവരെ നേരിടുമ്പോൾ പിന്നെയാണ് അവിടുത്തെ പോലീസ് സംവിധാനം, അതിനെ നേരിടാനുള്ള പോലീസ് സംവിധാനത്തിൻ്റെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്ത് നമ്മളെക്കാളും ബെസ്റ്റ് വയർലെസ് സിസ്റ്റമായിരുന്നു അവരുടെ കയ്യിൽ. അതിനേക്കാൾ ബെസ്റ്റ് വയർലെസ് സിസ്റ്റം കൊണ്ടുവന്നു, അതിനേക്കാൾ ബെസ്റ്റ് ആയുധങ്ങൾ കൊണ്ടുവന്നു, അതിനേക്കാൾ അവരെ നേരിടാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു. ഇപ്പം നമുക്കെന്താ, നമ്മൾ കേരളത്തിലെ പോലീസൊക്കെ നല്ലതാണ്, പണ്ട് മുതലേ
കേരളത്തിലെ പോലീസ് പ്രത്യേകതയുണ്ട്. പക്ഷേ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ അഡ്വാൻസ് ചെയ്തോ? ഇതുപോലുള്ള മാഫിയ, ഇതൊരു മാഫിയല്ലേ? ഇതാരെങ്കിലും ഒരാൾ ചെയ്യുന്നതാണോ? ഇത് വലിയ റാക്കറ്റ് അല്ലേ? ഇത് ലുക്രേറ്റീവ് ബിസിനസ്സാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കോടികളുടെ മാർജിൻ കിട്ടുന്നൊരു ബിസിനസ്സാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ക്യാച്ച് ദ യങ് എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പിടിച്ച് അവരിതിൻ്റെ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുകയാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ പ്രാവശ്യം 5000 പേരാണെങ്കിൽ അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ 50,000 പേരായി അതിൻ്റെ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുകയാണ്. എണ്ണം കൂട്ടുകയാണ്. എണ്ണം കൂട്ടുമ്പോഴാണ് ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നത്. ഈ വർഷം 10 ടണ്ണാണ് കൊണ്ടുവരുന്നതെങ്കിൽ അടുത്ത വർഷം 100 ടൺ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ്, ബിസിനസ് നടത്തുന്നതിനെ കുറിച്ചാണ് അവരുടെ ബിസിനസ് അവർ ആലോചിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം എത്രമാത്രം എക്യുപ്ഡാണ്, എത്ര ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്, എത്ര സംവിധാനമാണ് ഏറ്റവും എഫിഷ്യൻ്റായിട്ട്. ആ വാക്ക് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല. അതാണ് അവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എവിടെയാണ് ഡിമാൻഡ് ഉള്ളത്, ആ ഡിമാൻഡുള്ള സ്ഥലത്ത് 10 മിനിറ്റോ 15 മിനിറ്റോ കൊണ്ട് ഈ മെറ്റീരിയൽ എത്തിച്ചേരുന്ന തരത്തിലുള്ള വിതരണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. നമുക്കതിനെ നേരിടണ്ടേ? നമ്മൾ അവിടെ പോയി മൈക്ക് വെച്ച് സെമിനാർ നടത്തിയാൽ മാത്രം മതിയോ? ഉപദേശം കൊടുത്താൽ മാത്രം മതിയോ? ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു, ഏറ്റവും ശക്തമായ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. 2 മണി വരെയാണ് ചർച്ച. കുറച്ചുകൂടി മുന്നോട്ട് പോയേക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയാണ്. അതിനുശേഷം മന്ത്രിമാർ അതിന് മറുപടി പറയും. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ആലപ്പുഴ ബൈപ്പാസിൽ അല്പസമയം മുമ്പ് ഗർഡർ തകർന്നു വീണ സമയത്തെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. 4 ഗർഡറുകളും ഒന്നിച്ച് വീഴുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, വലിയൊരു അപകടമാണ്. ആർക്കും കാര്യമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പരിക്കുകളോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് വലിയ മഹാഭാഗ്യം. അതിന് തൊട്ടു മുമ്പ് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് അതിലെ ഒരാൾ ഓടിപ്പോകുന്നത് കൂടി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വലിയ അപകടത്തിലേക്കൊക്കെ നീങ്ങുമായിരുന്നതാണ്. തലനാരിഴയ്ക്ക് എന്ന് നമ്മൾ പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഇവിടെ ശരിയായതല്ലേ? വിജയകുമാർ, വലിയ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. അതായത് നമുക്ക് കാണാം, ഇവർ ആദ്യം പറഞ്ഞത് ഒരു ഗർഡർ വീണു, അതിന്റെ പിന്നാലെ 3 ഗർഡറുകൾ വീഴുകയായിരുന്നു. അതായത് ഇതിൽ തൊട്ടുകൊണ്ട് മറ്റ് ഗർഡറുകൾ അപകടത്തിലേക്ക് താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് ഈ ഉദ്യോഗസ്ഥർ ആദ്യം ഈ സ്ഥലം സന്ദർശിച്ച ശേഷം പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, ഈ 4 ഗർഡറുകളും ഒരുമിച്ച് വീഴുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് ഒരാൾ, നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ഒരാൾ ഓടി പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങൾ കാണാം. അതിനുശേഷം 4 ഗർഡറുകളും വീഴുകയാണ്. ആ വീടിന് ശേഷം വലിയ പൊടിപടലങ്ങളാണ് പ്രദേശത്താകെ നിലവിൽ ഈ വീടിന് ഈ ഗർഡറുകൾ വീണതിന്റെ സമീപത്തുള്ള 3 വീടുകൾക്ക് കേടുപാടുകൾ, അതായത് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. അത്രയധികം ഭാരത്തിലുള്ള ഗർഡറുകളാണ് താഴെ വീണത്. ഒരു പക്ഷേ ഈ സംഭവം ഉണ്ടാകുന്നത് ഞായറാഴ്ച ആയിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടാവുമായിരുന്നു. ഇന്ന് അത്ര തിരക്കില്ലാത്തൊരു സമയമായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ ആലപ്പുഴ ബീച്ചിൽ ഒട്ടനേകം ആളുകൾ എത്തുന്നതാണ്. വിദേശ വിനോദസഞ്ചാരികൾ അടക്കം എത്തുന്നതാണ്. അവിടെ കാർ പാർക്കിംഗ്, 2 വീലർ അടക്കമുള്ള പാർക്കിംഗ് ചെയ്യുന്നതാണ്. പ്രദേശത്തെ നാട്ടുകാരടക്കം ഇതിന്റെ തണലോ പറ്റി അവിടെ വിശ്രമിക്കുന്ന സമയമാണ്. ഇത്
സംഭവം നടന്ന കൃത്യസമയം രാവിലെ 10:58 കൂടിയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഈ സമീപത്തെ ഈ വീടിന്റെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു വീടിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എന്താണ് ഈ അപകടത്തിന്റെ കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എല്ലാ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അനുസരിച്ചാണ് ഇതിന്റെ നിഷ്കർഷിച്ചിരിക്കുന്ന എല്ലാ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അനുസരിച്ചാണ് ഇതിന്റെ നിർമ്മാണം നിലവിൽ പുരോഗമിക്കുന്നതെന്നാണ് ഈ നിർമ്മാണ കമ്പനി അവകാശപ്പെടുന്നതെങ്കിൽ കൂടി ഇത്രയും അധികം ഭാരത്തിലുള്ള ഈ ഗർഡറുകൾ മുകളിൽ സ്ഥാപിച്ചതിന് ശേഷം എങ്ങനെ ഈ പകൽ സമയത്ത് ഇത്രയും അധികം അപകട സാധ്യത ഉണ്ടാക്കുന്ന തരത്തിൽ ഇങ്ങനെ ഈ താഴേക്ക് വീടുന്ന രീതിയിൽ യാതൊരുവിധ കണ്ടെത്തലുകൾ ഇപ്പോൾ വന്നിട്ടില്ല. ഈ ക്രോസിംഗ് ഗർഡറുകൾ സ്ഥാപിച്ചിട്ടില്ല എന്ന് നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ മനീഷ്, എന്തായാലും 3 മണിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ അവിടെ വരുന്നുണ്ട്. അവർ വന്നത് പരിശോധിച്ചിട്ട് എന്താണ് ഈ അപകട കാരണം എന്നത് കണ്ടുപിടിക്കട്ടെ, വിശദീകരിക്കട്ടെ. അപ്പോൾ 4 ഗർഡറുകളും ഒന്നിച്ച് വീഴുന്നു, അതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെയല്ല, മുഴുവനും കൂടി ഒരുമിച്ച് വീഴുകയായിരുന്നു. അതിൻ്റെ ആ സമയത്തൊക്കെ അതിലൂടെ ആളുകൾ പാസ് ചെയ്യുന്നതും ആ ദൃശ്യങ്ങളിലുണ്ട്. ആർക്കും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് മാത്രമാണ് ഒരാശ്വാസം.